നിങ്ങളുടെ ശബരിമല ഏതാന്ന് ചോദിച്ചാൽ ആറ്റുകാലമ്മ ആറ്റുകാൽ ക്ഷേത്രമെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു വർഷം പൊങ്കാലയിട്ട് കഴിയുമ്പോൾ മുതൽ അടുത്ത വർഷത്തേക്കുള്ള പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഓരോ പെണ്ണുങ്ങളും. അപ്പോൾ പൊങ്കാല ഇടാൻ വരുമ്പം തന്നെ ഒരാഴ്ച മുന്നേ, ചിലപ്പോൾ ഒരു മാസം മുന്നേ നോയമ്പെടുത്ത് വ്രതശുദ്ധിയോടെയാണ് ഓരോ പെണ്ണുങ്ങളും ഓരോ അമ്മമാരും വന്ന് പൊങ്കാല ഇടുന്നത്. ഈ വർഷത്തെ പൊങ്കാല കണ്ടതിൽ എനിക്ക് ഒരുപാട് വിഷമവും സങ്കടവും തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ വരുമ്പം നമ്മൾ ആ ഡ്രസ്സിങ് നമ്മൾ തന്നെ സ്വയം ഒന്ന് നോക്കുക. നമ്മൾ വലിയ സെലിബ്രിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ട ആരും അറിയാത്തൊരു വ്യക്തിയായിരിക്കാം. അവിടെ വരുമ്പോൾ അവിടെ ഇപ്പം ക്യാമറ കാണും, അല്ലെങ്കിൽ മീഡിയാസ് കാണും, ഇതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൊങ്കാലയുടെ ഇടുമ്പം നമ്മൾ എന്തായാലും കുനിയേണ്ടി വരുമ്പം നമ്മൾ അത്രയ്ക്കും കംഫർട്ടായ ഡ്രസ്സ് എടുത്ത് ഇട്ടുകൊണ്ട് വേണം വരാൻ. കാരണം നമ്മളൊരു വരുന്നൊരു ദൈവിക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ചിലപ്പം ചില ആൾക്കാർ നേർച്ചയായിരിക്കും, ചില ആൾക്കാർ അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചതിനായിരിക്കും. എന്തുവായാലും ദേവിക്ക് മനസ്സറിഞ്ഞ് പൊങ്കാലയിടാൻ വരികയാണ്. പണ്ടുള്ള സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പൊങ്കാലയിടാൻ വരുമ്പോൾ 2 ദിവസം മുന്നേ ബന്ധുക്കട വീട്ടിൽ വന്ന് കിടക്കും. കാരണം ഞങ്ങളുടെ ബസ് സർവീസ് ഇല്ല. അത്രയ്ക്കും ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് കൊണ്ടാണ് ഓരോ അമ്മമാരും ഓരോ പെണ്ണുങ്ങളും വന്നിട്ട് ആറ്റുകാലിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ അവർ നല്ല ശുദ്ധിയോടെ ആയിരിക്കും വന്നത്. അവരുടെ മനസ്സിനകത്ത് എന്താണെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റില്ല. പക്ഷെ സ്ട്രെസ്സ് നിങ്ങൾ ആലോചിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കുനിഞ്ഞാണ് നമ്മൾ പൊങ്കാല ഇളക്കേണ്ടത്. അപ്പോൾ ഇളക്കുമ്പം നമ്മൾ ഒരു കൈ ഇവിടെ പൊത്തി പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കുനിയുന്ന സമയത്ത് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു പ്രാർത്ഥനയോടെയാണ് അത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പൊങ്കാല ഇടാനുള്ളൊരു ഭയഭക്തിയോടെ വരുന്ന ആൾക്കാരാണെങ്കിൽ ദൈവത്തിനെ ഓർത്ത് ആ ഡ്രസ്സിങ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ആൾക്കാർ ഒരു മുസ്ലിമായ നിനക്ക് എന്താണ് ഇതിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞ് കുറച്ച് ഈ കുരുപൊട്ടുന്ന ആൾക്കാർ വരും. ഞാനൊരു പെണ്ണായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. കാരണം അമ്പലമായാലും പള്ളിയായാലും ചർച്ച ആയാലും അവിടെ ഓരോരുത്തർ വരുന്നത് അവനവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. എത്രയോ പെണ്ണുങ്ങൾ, എത്രയോ അമ്മമാർ പ്രാർത്ഥനയോട് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടെന്നറിയാം അവിടെ വന്നൊന്ന് പൊങ്കാലിടാൻ, ഇല്ലേ? അത് കേൾക്കുന്ന അമ്മമാരായാലും പെണ്ണുങ്ങളായാലും അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഒന്ന് പൊങ്കാലയിടണം. ജാതി മത ഭേദമന്യേ പറയുകയാണ് കേട്ടോ. ഇപ്പം അമ്പലമായാലും പള്ളിയായാലും ചർച്ചായാലും എത്രയോ ആൾക്കാർ മുസ്ലിം പള്ളി വരുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, ചർച്ചയിൽ പോകുന്നുണ്ട്. അതാരും സോഷ്യൽ മീഡിയയിൽ വൈറലാവാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോ ഇട്ട് എല്ലാവരും കാണിക്കാനോ അല്ല. ഞാൻ പോകാറുണ്ട് കേട്ടോ അമ്പലത്തിൽ, അച്ചൻകോൽ അമ്പലത്തിൽ ഞാൻ പോകാറുണ്ട്. ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ കുരിശടിയിൽ ഞാൻ മെഴുതിരി കത്തിക്കാറുമുണ്ട്. അതൊരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പോസ്റ്റ് ഇടത്തുമില്ല. പോസ്റ്റ് ഇട്ട് എനിക്കത് റീച്ച് മേടിക്കാൻ വേണ്ട. അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം മതത്തിൽ ജനിച്ച ഞാൻ ഈ 2 മതത്തിനെയും വിശ്വസിക്കുകയും ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനിയൊക്കെ